ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കമന്റ്സ് വായിക്കാണ്. ഇങ്ങനെ റീൽ ചെയ്താൽ കോപ്പിറൈറ്റ് വരത്തില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇന്നലെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ മീൻസ് കുറച്ചൊരു ഫണ്ണി ഒരു വീഡിയോ ചെയ്തത് ആലൻ ജോസ് പെരേരയുടെ. അതിനകത്താണ് ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരത്തില്ലെന്ന്. നമ്മുടെ ഫേസ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരത്തില്ല കേട്ടോ. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ല. ഞാൻ ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ നോക്കിയിരിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ട് വീഡിയോ ഇടുന്നത്. നമ്മുടെ വായിൽ നിന്നൊന്നും വരത്തില്ല, നമ്മളൊരു വോയിസ് ഓവർ അതിനകത്ത് കൊടുക്കത്തില്ല, അതിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് അത് മാത്രം കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ആദ്യം ഒരു മെസ്സേജ് പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു കമൻറ്റ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫേസ് വാല്യൂ ത്രൂ ഔട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവരെ ആ വീഡിയോ അല്ല ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, എൻ്റെ വിഷ്വലാണ് അതിനകത്ത് മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു ചെറിയൊരു ബോക്സിനായിട്ടാണ് മറ്റേ വീഡിയോ കൊടുത്തേക്കുന്നത്, വേറൊരാളുടെ വീഡിയോ ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാനൊക്കെ ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് സപ്പോർട്ടുണ്ട്. കാരണം ഡ്യുവറ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഓണാക്കി തന്നിട്ടുണ്ടല്ലേ, ഡ്യുവറ്റ് ഓപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടാക്കണം. ഇനി അടുത്തായിട്ട് 5000 ഫോളോവേഴ്സ് ആൻഡ് 60K എൻഗേജ്മെന്റ് മസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആണ് 5000 ഫോളോവേഴ്സ്. കാരണം നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാം ഇനേബിൾ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും തന്നെ ഉണ്ടാവണം കേട്ടോ. അത് നമ്മൾക്കിപ്പോൾ അതിനകത്ത് കാണിക്കുന്നൊന്നും ഇല്ല. അതിനകത്ത് ഇപ്പം നമ്മുടെ ക്രൈറ്റീരിയ എന്നാന്ന് വെച്ചാൽ പുതിയ അപ്ഡേഷനകത്ത് ക്രൈറ്റീരിയ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ അങ്ങനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അത്രയും നമ്മുടെ പേജിന് എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇനേബിൾ ആയി കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എനിക്ക് റീൽസ് മോണിറ്റൈസേഷനായി അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കണ്ടന്റ് മോണിറ്റൈസേഷൻ അതിനകത്ത് എന്തൊക്കെയാണോ നമുക്ക് അവൈലബിൾ ആയി കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് എലിജിബിളായി കിട്ടും. അടുത്തായിട്ട് എൻ്റെ FB പെർഫോമൻസ് ബോണസ് പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്താണ് കാര്യം, റിപ്ലൈ തരുമോ? പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഫുള്ളൊന്ന് എടുത്ത് നോക്കണം. ഈ ബോണസ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നോക്കുക എന്താണ് റീസൺ എന്നുള്ള അതിനകത്ത് കാണിക്കും. നമ്മൾ ആരുടെയെങ്കിലും കണ്ടന്റ് എടുത്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താണോ, അങ്ങനെയുള്ള എല്ലാ കാര്യവും അതിനകത്ത് കാണിക്കാം. അത് വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം, അല്ലാതെ അങ്ങനെ പോയി എന്താ കാര്യം എന്ന് എന്നോട് ചോദിച്ച് ഞാൻ എന്താ പറയുന്നത്, ഇത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അതിനകത്ത് റീസൺ കാണിക്കും. ക്ലിക്ക് ഹിയർന്നോ അല്ല ഡീറ്റെയിൽസ് എന്നോ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ് റീസൺ എന്നുള്ളത് കാണിക്കും. അങ്ങനെ അതിനകത്തുള്ള റീസൺ എന്താണ് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. പ്ലീസ് എനിക്ക് റിനി ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ എന്താ മാർഗം ഒന്ന് പറഞ്ഞു തരുമോ ചോദിക്കുന്നുണ്ട്. റിനി സൂരജ് എന്ന് പറയുന്ന ഇൻസ്റ്റാ ID ഉണ്ട്, അതിനകത്ത് വന്ന് ഫോളോ ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ സമയം ഫ്രീ ആകുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും, അറിയുന്നതാണെങ്കിൽ കേട്ടോ. അടുത്തായിട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ വന്നപ്പോൾ എല്ലാവരെയും പോലെ എനിക്ക് ഏണിങ്സ് ഡൗൺ ആയി, ഇനി പഴയ പോലെ ഫാസ്റ്റ് ആകുമോ? ഫാസ്റ്റ് ആകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരുടെ അവസ്ഥ ഇതാ. നന്നായിട്ട് മന്ത്ലി നന്നായിട്ട് ഏൺ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ എല്ലാ ഏണിങ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അത് 4-1 5-1 ഒക്കെ ആയി മാറി. അപ്പം തന്നെ നമുക്കറിയില്ല നമുക്കൊക്കെ മന്ത്ലി അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത് എന്നുള്ളത് അത്രയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വിഷമം അത് ഓർക്കുമ്പോൾ. ഫേസ്ബുക്ക് ഇത്രയും ഏണിങ്സ് കുറച്ചല്ലോ എന്ന് ഓർക്കുമ്പം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പക്ഷെ ന്യൂസ് ഉണ്ടായിരുന്നു, മെറ്റ ഭയങ്കര നഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഭയങ്കരമായിട്ട് ഏണിങ്സ് എല്ലാവരുടെയും കുറഞ്ഞിട്ടുണ്ട്. അടുത്ത എൻ്റെ FB പേജിൻ്റെ സപ്പോർട്ട് ഇൻബോക്സിലുള്ള അലേർട്ട് എല്ലാം ക്ലോസ് ആയാണ് കാണിക്കുന്നത്. ഇഷ്യൂ റിസോൾവ് എന്ന് FB പറയുന്ന ആ വീഡിയോ എല്ലാം ഫ്ലാഗ്ഡ് കണ്ടന്റ് ലേബലിൽ പോകാൻ ഡിലീറ്റ് ചെയ്യണോ? കണ്ടന്റിൻ്റെ ഫ്ലാഗ്ഡ് വീഡിയോ എല്ലാം ഫ്ലാഗ്ഡ് കണ്ടന്റ് ലേബൽ പോകാൻ ഞാൻ പ്രൊഫൈലിൻ്റെ സപ്പോർട്ട് ഇൻബോക്സിൽ പോയി നോക്കിയപ്പോൾ എൻ്റെ പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ചില വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ട് പോലും ഇപ്പോഴും 1 വർഷം കഴിഞ്ഞിട്ട് അവ അലേർട്ടിൽ കിടക്കുന്ന അവ ക്ലോസ് സ്റ്റാറ്റസിലാണ്. FBക്ക് റിപ്പോർട്ട് ചെയ്തൊരു വർഷം. FBയിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു നമുക്ക് റിപ്പോർട്ട് തിരിച്ച് നമുക്ക് എന്തെങ്കിലും റിപ്ലൈ കിട്ടിയാൽ അത് ഭാഗ്യം എന്ന് മാത്രം കരുതിയാൽ മതി. ഫേസ്ബുക്ക് അങ്ങനെ റിപ്പോർട്ട് തിരിച്ച് നമുക്ക് എനിക്ക് 1-2 റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പല മെയിലുകൾ അയച്ചിട്ടാണ് ചിലപ്പം വല്ലപ്പോഴും നമ്മൾ അയക്കുന്നതിനകത്ത് ഞങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിപ്ലൈ കിട്ടുന്നത്. സപ്പോർട്ട് ഇൻബോക്സിൽ വന്നിട്ടുള്ള അലേർട്ട് ഈ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ഇഷ്യൂ വരത്തില്ല കേട്ടോ. പിന്നെ
ഈ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാതിരി ക്ലോസ്ഡ് അലേർട്ട് നിങ്ങളുടെ ഇഷ്യൂ ക്ലോസ് ആയി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെയുള്ളത് ഒത്തിരി വന്നാലും പ്രശ്നമാണ്. ഫേസ്ബുക്കിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും പ്രശ്നമാണ്. യൂട്യൂബ് പോലെയല്ല. ഒരു ചെറിയൊരു കാര്യം മതി നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷനും പോകാനും. പിന്നെ നമ്മൾ എന്നൊക്കെ ചെയ്താലും അതിൻ്റെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാനും ഭയങ്കര പാടാണ്. പോകാൻ ഭയങ്കര എളുപ്പമാണ്, തിരിച്ച് മോണിറ്റൈസേഷൻ കിട്ടാൻ അത്രയ്ക്ക് പ്രയാസമാണ്. അപ്പം നമ്മൾ മാക്സിമം അതിനകത്ത് ഞാനാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാനോ നോക്കാനോ ഒന്നും പോകാറില്ല, അന്നേരം ഡിലീറ്റ് ചെയ്യും. കാരണം ഫേസ്ബുക്കിൻ്റെ എനിക്ക് ഒത്തിരി അനുഭവം ഉള്ളതുകൊണ്ട് ഫേസ്ബുക്കിൽ എന്ത് ഇഷ്യൂ വന്നാലും ഞാൻ അതിനകത്ത് ഇട്ടേക്കാറില്ല, അന്നേരം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് കേട്ടോ. അതുപോലെ യുവർ വീഡിയോ ഈസ് മ്യൂട്ടഡ് ഇൻ സം കൺട്രീസ് വെയർ മെറ്റ ഹാസ് നോ റൈറ്റ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് പോയി നോക്കിക്കോണേ. അജിത്ത് എന്ന് പറയുന്ന ഐ ഡി ഞാൻ ചോദിച്ചിരുന്നത് കോപ്പിറൈറ്റ് ആണോ, ഇത് ഡിലീറ്റ് ചെയ്യണോ, പ്രശ്നമാണോ, ഫ്ലാഗ്ഡ് കണ്ടന്റ് വരുമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്ത് സാധനം അധികം ആകുമ്പോഴാണ് ഫേസ്ബുക്കിന് പ്രശ്നം. 1 or 2 ഒക്കെ വന്നാൽ ഫേസ്ബുക്കിന് പ്രശ്നമില്ല. ഇപ്പം തന്നെ നമുക്കൊരു ഇഷ്യൂ മെയിനായിട്ട് എല്ലാവർക്കും വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്ന് പറയുന്ന ഇഷ്യൂ ആണല്ലോ. അതിൻ്റെ ആ വേർഡിൻ്റെ മീനിങ് തന്നെ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ്. നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ലിമിറ്റാണ്, മറ്റുള്ളവരെ അല്ലെ എവിടുന്നേലും കിട്ടുന്ന മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള വീഡിയോസാണ് കൂടുതൽ. അതാ ഇതിൻ്റെ മീനിങ് തന്നെ, നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ലിമിറ്റാണ് എന്നുള്ളത്. അപ്പം ഫേസ്ബുക്കിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് 2 മിസ്റ്റേക്കൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കല്ല, ഞാൻ സ്ട്രൈക്ക് അതിനകത്ത് വരത്തേ ഇല്ല കേട്ടോ, ഈ പറഞ്ഞതിനകത്ത് സ്ട്രൈക്ക് ഇല്ല. ഇപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ റവന്യൂ ഷെയറിംഗ് ഒക്കെ 1 or 2 ഒക്കെ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇടുന്നത് മുഴുവൻ ഞങ്ങൾ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും. ഒത്തിരി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ അതിനകത്ത് എൻ്റെ വീഡിയോയിലും അങ്ങനെ കിടപ്പുണ്ട്, എൻ്റെ പേജിലും അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ ഞാനിട്ടിരുന്ന ഒരു വീഡിയോ, എൻ്റെ പാട്ടിൻ്റെ ചാനലിൽ ഞാനിട്ടിരുന്ന ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഇഷ്യൂ കാണിച്ചായിരുന്നു. അതായത് ഇറ്റ്സ് ബ്ലോക്ക്ഡ് സം ടെറിട്ടറീസ് എന്നും പറഞ്ഞ് കാണിച്ചായിരുന്നു. സം കൺട്രീസിൽ ഇങ്ങനെ ബ്ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ചായിരുന്നു. ഞാൻ പക്ഷേ അത് മൈൻഡ് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ ടാബിലാണ് അത് വന്നേക്കുന്നത്. അതിൻ്റെ എനിക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. എൻ്റെ ഉണ്ടെങ്കിൽ കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ എന്താ പറയുന്നത്, നമ്മുടെ മോണിറ്റൈസേഷൻ ടാബിൽ ഇങ്ങനെ യുവർ മോണിറ്റൈസേഷൻ ഈസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ പല പേജുകളുടെ മോണിറ്റൈസേഷൻ പോയിട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടിൻ്റെ പേജിൻ്റെ അങ്ങ് പോയി എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമാണ്. ഫോളോവേഴ്സൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ടേ ഭയങ്കര വിഷമമാണ്. അപ്പം അത് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പം അവർ കാണിക്കുന്നുണ്ട് ഇന്ന വീഡിയോയാണ് നിങ്ങളുടെ ലിമിറ്റഡ്. അപ്പം മൊത്തം പേജിൻ്റെ അല്ല പോയിരിക്കുന്നത്, ആ ഒരു വീഡിയോയുടെ മോണിറ്റൈസേഷൻ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയി പേജിൽ സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ തിരിച്ചു വന്ന് മോണിറ്റൈസേഷൻ ടാബ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷൻ ആ ലിമിറ്റഡ് എന്നുള്ള പോർഷൻ മാറിയിട്ട് യു ആർ ഏർണിംഗ് മണി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. യുവർ പേജ് ഈസ് ഏർണിംഗ് മണി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, ആ പച്ച കളറിലെ ആ ഡോളർ. അപ്പോൾ ശരിക്കും സമാധാനമായി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇതേ സാധനം ഈ വീഡിയോ ബ്ലോക്ക്ഡ് ഫോർ സം ടെറിട്ടറീസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റായ്ക്ക് ഈ മ്യൂസിക്കിൻ്റെ റൈറ്റ് ഹോൾഡിങ് ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് വന്നു. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇട്ടിരുന്നതാണ്. ആ വിഷയം ഇത് സെയിം സംഭവം, ഈ വന്നിരിക്കുന്നത് സെയിം സാധനം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അത് നല്ലത്. പിന്നെ ഒരു ഇഷ്യൂ വന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കാത്ത, അവരെന്തെങ്കിലും നമ്മുടെ പേജിനെ നെഗറ്റീവായിട്ട് നോട്ടീസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അടുത്തത് യൂട്യൂബിലെ പ്രൊഫൈൽ പിക്ചർ സൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ പിക്ചറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 800 × 800 പിക്സലാണ്. അതായത് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 800 × 800 എന്നുള്ളത് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അല്ല നിങ്ങൾ ആപ്പൊക്കെ വഴിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആപ്പിനകത്ത് 1:1 എന്ന് പറയുന്നത് ഫ്രെയിം റേറ്റ് കാണുമല്ലോ, അതാണ് നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ സൈസ്. ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചറിൻ്റെ, അതായത് ചെറിയ പിക്ചറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രെയിം റേറ്റ് 1:1 ആണ്. അത്
പ്രത്യേകം വേറൊരു കാര്യം കൂടെ പറയട്ടെ, 2 MB കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തേക്ക് അപ്ലോഡ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി അടുത്തത് നമ്മുടെ കവർ പിക്ചർ ഉണ്ടല്ലോ, പിക്സൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പിലാണ് ചെയ്തെന്നുണ്ടെങ്കിൽ 2560x1440 എന്ന് പറയുന്നതാണ് അതിന്റെ റേഷ്യോ. അതിന്റെ നമുക്കറിയാലോ, അതിന്റെ ഫ്രെയിം റേറ്റ് എന്ന് പറയുമ്പോൾ 16:9. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഫോട്ടോഷോപ്പിലാണെങ്കിലാണ് 2560x1440 പിക്സൽ. ഓക്കെ, അപ്പൊ ആ രീതി ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഫോട്ടോസ് കേട്ടോ. ചേച്ചി FBയിൽ നിന്ന് ഫോട്ടോ സ്റ്റോപ്പ് ചലഞ്ച് വീഡിയോ എടുത്ത് നമ്മുടെ വീഡിയോയിൽ ഓവർലേ ആയി വീഡിയോ ഇട്ടാൽ കുഴപ്പമുണ്ടോ, റീയൂസ്ഡ് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. അതായത് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ ഇങ്ങനെ ഓടുന്നിട്ട് ആപ്പിൾ ബക്കറ്റിൽ വരുമ്പം ഇടാമോ, വീഴ്ത്താമോ, അല്ലെങ്കിൽ ടിക്ക് ചെയ്യാമോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്യാമോ, ആ ആപ്പിളിനെ ബക്കറ്റിലാക്കാമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതല്ലേ. അതെനിക്ക് മനസ്സിലായി. നമ്മൾ അങ്ങനെ ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും സംഭവം വെച്ചിട്ട് വേണം നമ്മൾ ഈ സാധനം അതിനകത്തോട്ട് വെക്കാൻ. പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ അതിന് വോയിസ് ഓവർ കൊടുത്തിരിക്കണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വൈസ് അവരുടെ ഇട്ടേക്കുന്ന ആരെങ്കിലും കണ്ടന്റ് ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോയിസ് മാറ്റിയിട്ട് നിങ്ങൾ അതിനകത്ത് വോയിസ് ഓവർ ചെയ്തിരിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് FBയിൽ വരത്തില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിന്റെ സെക്ഷൽ ആക്ടിവിറ്റി ഇഷ്യൂ എങ്ങനെ മാറ്റാൻ സാധിക്കും, ഒരു വീഡിയോ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന്. ദയവായിട്ട് ഞാൻ പറയാം, ഫേസ്ബുക്കിൻ്റെ അകത്ത് സെക്ഷൽ ആക്ടിവിറ്റീസ് പോലുള്ള ഒരു വീഡിയോയും ഫേസ്ബുക്ക് അനുവദിക്കുന്നതല്ല. നിങ്ങളപ്പോൾ ചോദിക്കും, കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അവർക്കൊന്നും ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഉണ്ടാവില്ല. അവർ മണി ഏൺ ചെയ്യുന്ന മറ്റു പല സോഴ്സുകൾ വഴിയായിരിക്കും. ഫേസ്ബുക്കിൻ്റെ തന്നെ വേറെ പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെ ലൈവ് ഇടുക, അവർക്ക് വേണ്ടി പ്രത്യേക വീഡിയോ ചെയ്യുക, അങ്ങനെയൊക്കെ. അല്ലാതെ ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആ പേജിന് മോണിറ്റൈസേഷൻ എന്തെങ്കിലും കിട്ടിയെങ്കിൽ പോലും അതിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു. ഒരിക്കലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എന്തെങ്കിലും ഒരു പറയുന്നതിനകത്തൊരു വൃത്തികെട്ട വേർഡ് ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഈ AI ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് എന്താ പറയുന്നത്, അത് റിമൂവ് ചെയ്യാനും അതിൻ്റെ മോണിറ്റൈസേഷൻ കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കാര്യം ഒന്നും നമുക്ക് ചെയ്യാനില്ല, അതിൻ്റെ മോണിറ്റൈസേഷൻ പോയിരിക്കും കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ചെയ്യാനില്ല. നമ്മുടെ വീഡിയോ ആരും ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ വഴിയുണ്ടോ എന്ന് പറഞ്ഞു തരാമോ? നമ്മുടെ വീഡിയോ ആരും ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ വഴിയൊന്നുമില്ല. നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ റൈറ്റ് മാനേജറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ കോപ്പിറൈറ്റ് എടുക്കുന്ന, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ പേജിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ നമുക്ക് അത് നമ്മൾ ഇനേബിൾ ആക്കി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കമൻറ്റേ എടുക്കുന്നുള്ളൂ, ഒത്തിരി സമയം പോയി. അതുകൊണ്ട് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി സുരജ് സൈനിങ് ഓഫ്. ബൈ.